PM ശ്രീ പദ്ധതിയുടെ കാര്യത്തില് CPM-നെതിരായിട്ട് CPI കലാപക്കൊടി ഉയർത്തിയത് ഈ PM ശ്രീ പദ്ധതിയുടെ പേരിൽ മാത്രമാണെന്നാണോ നിഷ്കളങ്കർ കരുതിയിരിക്കുന്നത്? കുറെ കാലമായിട്ട് CPM-CPI തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗം മാത്രമായിരുന്നു അത്. അവർക്ക് പല പ്രശ്നങ്ങളുണ്ട് ഈ ഗവൺമെന്റുമായിട്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, CPI-യുടെ മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകൾക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് CPI-യുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട ജില്ലാ സമ്മേളനങ്ങളിലും പിന്നീട് സംസ്ഥാന സമ്മേളനത്തിലും വന്ന പരാതിയാണ്. പ്രത്യേകിച്ച് സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക്. സംസ്ഥാനത്ത് ഭക്ഷ്യസാധനങ്ങൾ ഇല്ലാതെ വരിക, വില കൂടുക, ഇതൊക്കെ ചെയ്താൽ ചോദ്യം ഉയരുക ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയോടാണ്. അത് CPI-യുടെ മന്ത്രിയാണ്. അവർക്ക് ആവശ്യത്തിന് പണം കൊടുക്കുന്നില്ലെങ്കിൽ, വിപണിയിൽ ഇടപെടുന്നതിനാവശ്യമായ പണം ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ ആ വകുപ്പിന്റെ പ്രവർത്തനം താറുമാറാവും. അവർക്ക് കൃത്യമായിട്ട് ആവശ്യമായ ഫണ്ട് നൽകുന്നില്ല എന്ന് പരാതി ഉണ്ടായിരുന്നു. CPI മന്ത്രിമാരെ അവഗണിക്കുന്നു. അതുപോലെ തന്നെ CPI MLA-മാരുടെ മണ്ഡലങ്ങളിൽ വികസന പരിപാടികൾക്ക് ആവശ്യത്തിന് പണം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വികസന പദ്ധതികൾ അനുവദിക്കുന്നില്ല. ഈ വക പരാതികൾ വളരെ നേരത്തെ ഉള്ളതാണ്. ഓരോ വകുപ്പിലെയും സെക്രട്ടറിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ മന്ത്രിമാർക്ക് യാതൊരു പങ്കും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. സാധാരണ എങ്ങനെയല്ല, മന്ത്രിമാർ താല്പര്യമുള്ള സെക്രട്ടറിമാരെ ചോദിക്കാറുണ്ട്, അതനുസരിച്ച് നൽകാറുണ്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇല്ലെന്നാണ് ഭരണവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുക. അവിടുത്തെ ചില ആളുകളാണ് ഈ കാര്യത്തിൽ അവസാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്.